നമസ്കാരം. ഇന്ത്യൻ പൊളിറ്റിക്കൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം. വിവാദങ്ങളുടെ അകമ്പടിയോടെ ജൂറി ചെയർമാൻ ഏകപക്ഷീയമായി തീരുമാനിച്ച ചിത്രങ്ങൾ, അർഹിച്ച പലതിനെയും കൃത്യമായി അവഗണിച്ചുകൊണ്ട് പല അലവലാതി ചിത്രങ്ങളും ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ പനോരമ ചിത്രങ്ങൾ ഇവിടെ തുടങ്ങുന്നു. സ്മാർട്ട് സിറ്റിയോളം സ്വപ്നം കണ്ടാലേ ഒരു ലാപ്ടോപ്പെങ്കിലും കിട്ടൂ എന്നാണല്ലോ പഴമൊഴി. സ്വപ്നങ്ങളാണ് എന്നും ഒരു ജനതയെ മുന്നോട്ട് നയിച്ചിട്ടുള്ളതും. ഭരണകർത്താക്കൾ ജനതയ്ക്ക് സ്വപ്നങ്ങൾ നൽകുന്നു. ആ സ്വപ്നങ്ങളെ സ്വപ്നങ്ങളായി മാത്രം നിലനിർത്തുന്നത് ഒരു രാഷ്ട്രീയ തന്ത്രവുമാണ്. സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും കുറിച്ച് പറയുന്നു ഇന്തോ ഗൾഫ് സംയുക്ത സംരംഭമായ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന ചിത്രമാണ് പനോരമയിൽ ആദ്യം. അച്ഛനെ മുതലാളി വന്നിരിക്കുന്നു. അച്ഛന്റെ അറുപത് മുതലാളി എവിടെ? മുറ്റത്ത് നിൽക്കുന്നു. മിസ്റ്റർ V.S. ഉച്ചനാരായണൻ. അച്യുത് മാമ. അദാനി അറബിയെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു നമസ്കാരം വെച്ചോട്. നമസ്കാരം. ഇരിക്കാം. സലാമേ സബാൽക്കെ വേനന്ദ ഷുഗർ. ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. It's my pleasure to join you on this very special occasion. ഗവാദ് ഇന്ദ ഹറാമേ. അമ്മാവൻ എത്ര കുലീനതയുള്ള മനുഷ്യൻ. നമസ്കാരം. I would like to congratulate the Honorable Chief Minister of Kerala. അച്യുത് മാമ കലാമി സേവിധാൻ. കിമോത്തി അൽബാനി. കൽക്കത്ത മത്തർ, കേരള ബത്തർ. കൽക്കത്തയിലും കേരളത്തിലും ഓരോ ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആലോചിക്കുന്നു. അച്യുത് സബദി ബലേഷു. അച്യുതനാണ് രണ്ട് ഫാക്ടറിയിലെയും ജനറൽ മാനേജർ. അറബിയുടെ കെട്ടും മട്ടും കണ്ട് കാരണവർ ഞെട്ടി. അറബിയുടെ കൈയും പിടിച്ച് കേരളം മറ്റൊരു ഗൾഫാവുന്നത് മനസ്സിൽ കണ്ടു. നാം ഇവരുമായി കരാർ ഒപ്പിട്ടതിന് ശേഷം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കേരളത്തിലേക്ക് ഇതേപോലുള്ള സ്ഥാപനം ആരംഭിക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒട്ടേറെ സുഹൃത്തുക്കൾ നമ്മെ സമീപിച്ചിട്ടുണ്ട്. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ ഉറക്കമുണർന്നപ്പോഴേക്കും അറബി പൊട്ടി. കിട്ടിയ പെട്ടിയുമായി അറബി നാട്ടിലേക്കോടി. ചായ കുടിച്ചില്ല. വേണ്ട, വരുന്ന വഴി കുടിച്ചു. മലയാളം അറിയാമോ? മലയാളം വരുന്ന വഴിക്ക് കുടിച്ചു. അത് വരണ്ട വഴക്കോ കൊടിച്ചു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്നർത്ഥം. അല്ലാതെ ഒടുവിൽ പറ്റിയ പറ്റ് കാരണവർക്ക് മനസ്സിലായി. വിജയനെ നമ്പിയാലും അറബിയെ നമ്പരുത് എന്നാണല്ലോ പഴമൊഴി. അവരുടെ കയ്യിൽ ഇല്ല. അപ്പൊ അവരതിന് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല പ്രചരണങ്ങളും നടത്തുന്നുണ്ട്. അറബി പെട്ടിയും തൂക്കി പോയപ്പോൾ വെട്ടിലായത് മരുമകനാണ്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. പണ്ടൊരാൾ കുതിരയെ വിഴുങ്ങിയതുപോലെ. അയ്യോ അയ്യോ ഡോക്ടറെ, പുസ്തകം വായിച്ചോണ്ടിരുന്നാ മതിയോ? എന്നെ രക്ഷിക്കണേ. വയറുവേദന സഹിക്കാൻ വയ്യ. അവൻ തൊഴിക്കണു. പറഞ്ഞുകൂടി കളയാ. ഞാൻ ഒരു കുതിരയെ വിഴുങ്ങി. ഡോക്ടർ, അവൻ എങ്ങനെയെങ്കിലും ഇത് പുറത്തെടുക്കോ? ശരി, ഞാൻ നോക്കട്ടെ. വീടാളിയാ. കേക്കുന്നില്ലേ?
നമുക്കൊരു കാര്യം ചെയ്യാം. ഡോക്ടർ ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്തേക്കാം. ഓപ്പറേറ്റ് ചെയ്യാം. അയ്യോ, കുതിര തൊഴിൽ നിർത്തി വാലിട്ടടി തുടങ്ങി. ഇനി ഞാൻ ആനയെ വിഴുങ്ങിയാലും കുതിരയെ വിഴുങ്ങത്തില്ല. മുഖ്യമന്ത്രി ഇട്ട കല്ലിന്റെ പുറത്ത് ഒരു കല്ലൂടെ വെക്കാൻ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 40 മാസം കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ല. കുതിര വയറിന്റെ ചോരുവേ നക്കുന്നു. ഇക്കിളി. അയ്യോ, ഒരിഞ്ച് ഭൂമി പോലും വിൽപ്പനാവകാശത്തോടുകൂടി സ്മാർട്ട് സിറ്റിക്ക് കൈമാറില്ല എന്ന ഉറച്ച നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമുണ്ട്. ഈ നിലപാടിനോട് കമ്പനിക്ക് യോജിക്കാനാവില്ലെങ്കിൽ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് അനുയോജ്യമായ മറ്റു മാർഗങ്ങൾ ആലോചിക്കേണ്ടി വന്നേക്കും. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ